നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയ പാഠമാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 15ാമത്തെ ദശകം, അതായത് കപിലോപദേശം. ഭഗവാന്റെ ഒരു അംശാവതാരമാണ് കപിലമൂർത്തി. ദേവഹൂതിയാണ് അമ്മ, കർദമ പ്രജാപതിയാണ് അച്ഛൻ. 9 പുത്രിമാരുണ്ടായിട്ട് അവരെയൊക്കെ വിവാഹം ചെയ്തയച്ചാൽ ഞാൻ ഒറ്റയ്ക്കാകുമെന്ന് ഭയപ്പെട്ട ഭാര്യ വാനപ്രസ്ഥത്തിന് പോകുന്ന കർദമ പ്രജാപതിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒരു പുത്രൻ ഉണ്ടാകുന്നതുവരെ അങ്ങ് ഭവനത്തിൽ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണ്. അതനുസരിച്ച് 10ാമത് 9 സഹോദരിമാർക്ക് ശേഷം കപിലമൂർത്തി എന്ന പേരിൽ, കപിലേശ്വരൻ എന്ന പേരിൽ, കപിലമുനി എന്നുള്ള പേരിലൊക്കെ ഭഗവാന്റെ അംശാവതാരം ദേവഹൂതിക്ക് പുത്രനായി ഭവിക്കുകയാണ് കർദമ പ്രജാപതിക്കും. അവരുടെ ദാമ്പത്യ ജീവിതം വളരെ വിജയകരമായിരുന്നു. ഈ കപിലമൂർത്തി വളർന്നു വലുതായപ്പോൾ അമ്മയ്ക്ക് ആത്മജ്ഞാന തത്വോപദേശം നൽകുന്ന ഒരു ദശകമാണ് കപിലോപദേശം എന്ന പേരിൽ 15ാമത്തെ ദശകമായിട്ട് നാരായണീയത്തിൽ പറയുന്നത്. ഭക്തകവിയുടെ ആ സംഗ്രഹ പാടവം വ്യക്തമാകുന്ന ഒന്നാണ് ഈ ദശകം. ഈ ദശകത്തിൽ 2 ശ്ലോകങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചു. അതിൽ പറയുന്നത് പ്രകൃതിയിൽ നിന്നും പുരുഷൻ 24 എന്താ പറയണ്ടേ ഗുണഗണങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നിനെ പറ്റിയും കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് വിവരിക്കുകയുണ്ടായി. 6 ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ കൂടാതെ ഈ വിധത്തിൽ മനസ്സ്, ബുദ്ധി, തത്വോപദേശം എന്നൊക്കെ പറയുന്ന, അതായത് മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം. തത്വം എന്ന് പറയുന്നത്, മഹത്തത്വം എന്ന് പറയുന്നതാണ് ബുദ്ധി. അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവം, അതാണ് അഹങ്കാരം. ഇത് രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. മനസ്സ്, തന്മാത്ര, ഭൂതം, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ മനസ്സിലായിട്ടുള്ള ജീവനാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിയിലുള്ള ഈ തത്വങ്ങളെല്ലാം തിരിച്ചറിയുന്നവന് മായ എന്ന് പറയുന്നത് ബാധിക്കില്ല. മായ എന്ന് പറയുന്നത് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നും, ഉള്ളതൊക്കെ ഇല്ലയെന്ന് തോന്നും. അതാണ് കേട്ടിട്ടുണ്ടല്ലോ. അരക്കില്ലത്തിൽ ദുര്യോധന രാജാവ് ചെന്നപ്പോൾ വെള്ളമുള്ളിടത്തൊക്കെ വെള്ളമില്ലാതെ തോന്നി, ഈ വെള്ളമില്ലാത്തയിടത്തൊക്കെ വെള്ളം ഉണ്ട് തോന്നി എന്നൊക്കെ. മഹാഭാരത യുദ്ധത്തിൻ്റെ തന്നെ മൂലകാരണങ്ങളിൽ ഒന്നതാ. പാഞ്ചാലി വെള്ളമില്ലാത്തയിടത്തൊക്കെ തുണിയൊക്കെ ചരിച്ചു പിടിച്ച് കയറ്റി ദുര്യോധനൻ വരണണ്ടപ്പോൾ ഭീമനും പാഞ്ചാലിയും കൂടി ചിരിച്ചു. അപ്പം കുറിച്ചിട്ടു, ഞാൻ തുണിയെ, എൻ്റെ വസ്ത്രം അല്പം ഉയർത്തിപ്പിടിച്ചതിനല്ലേ നീ എന്നെ പരിഹസിച്ച്? നിന്നെ സഭയിൽ വെച്ച് ഞാൻ വസ്ത്രാക്ഷേപം ചെയ്യും. അതാണ് പിന്നീട് വന്ന വസ്ത്രാക്ഷേപത്തിൻ്റെയൊക്കെ ഒരു പകപോക്കൽ എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ദേവഹൂതിയെ ഉപദേശിക്കുന്ന ഭാഗമാണ്. അപ്പോൾ 2ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ച് നിർത്തിയത്. അതിൻ്റെ പരിഭാഷ ഞാനൊന്ന് ഓർക്കാൻ വേണ്ടി വായിക്കാം. മൂലപ്രകൃതിയും മഹതത്വവും അഹങ്കാരവും മനസ്സ്, തന്മാത്രാഭൂതം, ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കുന്നവനെ മായയെന്നും വിട്ടുമാറും. അവരൊന്നും മായാപ്രപഞ്ചത്തിൽ പെട്ടുപോവില്ല. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി ദേവഹൂതിയോട് അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഇനി പോകുന്നത് ഇതാണ്, 3ാമത്തെ ശ്ലോകത്തിലേക്കാണ്. പ്രകൃതി ഗതഗുണൈർനാജ്യതേ പുരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതീത്വം ദേവഹൂത്യൈ നഗാദി. അതായത് അയം പുരുഷ പ്രകൃതിഗത ഗുണൈഹ്യർ
ന അജ്യതേ. ന അജ്യതേ എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്, അതായത് മനുഷ്യൻ്റെ ജീവന്, വ്യക്തിത്വത്തിന്, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, പ്രകൃതിയിലുള്ള 24 സത്വരജ തമ ഗുണഗണങ്ങളും ബുദ്ധിശക്തിയും കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ ഒരു മായയാണ്. പ്രകൃതിയുടെ ജനന മരണാദി ധർമ്മങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കയില്ല, ജീവനെ ബാധിക്കുകയില്ല. ഇവിടെ ഈ നടക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം മായയാണെന്ന തിരിച്ചറിവ് ഇതൊന്നും ജീവനെ, ആത്മാവിനെ ഇഴുകിപ്പിടിക്കുന്നില്ല. അതാണ് പറയുന്നത്. അയം പുരുഷ, ഈ പ്രകൃതിഗത ഗുണയൂഹൗ ന ആജ്യതേ. പ്രകൃതിയുടെ നേർക്ക് ആസക്തി, തസ്യാം യദിതു സജതി തദ്ഗുണാത്തം ഭജേരൻ. പ്രകൃതിയുടെ നേർക്ക്, അതായത് ജനന മരണാദികളിൽ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക, ദുഃഖം വരുമ്പോൾ അത് വളരെ ബാധിക്കുക, സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടുക, പണം ലഭിക്കണമെന്ന ആസക്തി ഉണ്ടാകുക, മോഹങ്ങളങ്ങനെ വർദ്ധിക്കുക, സുഹൃത് ബന്ധങ്ങളേക്ക് അങ്ങോട്ട് അമിതമായിട്ട് വിശ്വസിക്കുക, ജീവന് തുല്യം പലരെയും സ്നേഹിക്കുക, ഇങ്ങനെയുള്ള ഈ പ്രകൃതി ധർമ്മങ്ങൾ ആരെ സ്വാധീനിക്കുന്നു, അതൊന്നും ഇതിനെ ശരിയായി വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തവരാണ്. അവർ മായയിൽപ്പെട്ട് കിടക്കുകയാണ്. പ്രകൃതി ധർമ്മങ്ങൾ ഒരുപക്ഷെ പുരുഷനെ പ്രാപിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ മദനുഭജന തത്വാലോചനൈ സ അഭി ആപയേവാത്. എന്നെ അതിലൊന്നും പെട്ടുപോവുകയല്ല വേണ്ടേ. കാമാസക്തി ഉണ്ടാകരുത്, ധനത്തോടുള്ള ആർത്തി ഉണ്ടാകരുത്, ജീവിതത്തിലെ ബന്ധങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം നൽകരുത്, ജീവന് തുല്യം സ്നേഹിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതിലൊന്നും ഒരർത്ഥവും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്, എന്നെ ഭജിക്കുക. എന്നെ എന്ന് കപിലമൂർത്തി പറയുന്നത് ഭഗവാനെ തന്നെയാണ്. ഭഗവാന്റെ അംശാവതാരമായതുകൊണ്ട് ഭഗവാൻ പല സ്ഥലത്തും തന്നെ പറ്റി പറയുമ്പോൾ എന്നെ ഭജിക്കുക, എൻ്റെ തത്വം ആലോചിച്ചറിയുക എന്നിവ കൊണ്ട് ആ പ്രകൃതി ഒഴിഞ്ഞു മാറും. പ്രകൃതി ഒഴിഞ്ഞു മാറും എന്ന് പറഞ്ഞാൽ 24 വിധത്തിലുള്ള ഇന്ദ്രിയങ്ങൾ നമ്മളെ സ്വാധീനിക്കാതെ വരും. അതാണ് ജീവിതത്തിന് വരുന്ന വിരക്തി. ഇപ്രകാരം വിരക്തി വന്നാൽ ഭക്തി വരും. അതാണ് പറയുന്നത്. അതായത് 25ാമതായിട്ടാണ് പുരുഷനെ പ്രകൃതിക്കുള്ള സത്വരജ തമസ്സുകളോ ജനന മരണാദി കർമ്മങ്ങളോ ഒന്നും തന്നെ ആയ ധർമ്മങ്ങളൊന്നും ഇല്ല. പുരുഷന് പ്രകൃതിയിൽ ആസക്തിയുണ്ടെന്ന് വന്നാൽ ഈ 24 കാര്യങ്ങളിലും, ജ്ഞാനേന്ദ്രിയങ്ങളിലും പ്രവർത്തികളിലും കാര്യങ്ങളിലുമൊക്കെ സുഖദുഃഖാദികളുമായ ധർമ്മങ്ങളൊന്നുമില്ല. പുരുഷന് പ്രകൃതിയിൽ ആസക്തി ഉണ്ട് എന്ന് വന്നാൽ ഭ്രമം മൂലം മനുഷ്യന് എന്ത് സംഭവിക്കും? എന്തെന്നില്ലാത്ത ലൗകിക സുഖത്തിലേക്ക് വഴുതി വീഴും. അങ്ങനെ പാടില്ലെന്നാണ് പറയുന്നത്. ഈശ്വര ഭജനം കൊണ്ട് പ്രകൃതി തത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം. അതിനാണ് വിരക്തി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ വിരക്തി കിട്ടിയാൽ, ആസക്തിയില്ലാതെ പ്രകൃതി ഗുണങ്ങളിൽ ആസക്തിയില്ലാതെ വന്നാൽ, അതായത് ഭഗവാനും താനും ഒന്നാണ് എന്നുള്ള ഭാവന നമ്മിലുണ്ടായാൽ, ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലും തോന്നുന്നത്, ആസക്തി കാണിച്ചിട്ടുള്ളൂവെങ്കിൽ പ്രകൃതി ബന്ധം വേർപെടും. ആസക്തിയിൽ നമ്മൾ മുഴുകിപ്പോകും. അങ്ങനെ പെടാതിരുന്നാൽ ആ ബന്ധം അങ്ങ് വേർപെടും. ഇത് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈശ്വര ഭജനം കൊണ്ട് ഇതിനൊക്കെ രക്ഷപ്പെടാൻ, ഈ ലൗകിക മോഹങ്ങളിൽ നിന്നും, ധനമോഹം, കാമം തുടങ്ങിയവയൊക്കെ തത്വബോധമില്ലാതെ ബുദ്ധി അഹങ്കാരം വളരുക, ഇവയൊക്കെ വരുന്നത് മാറ്റി നിർത്തി
ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈശ്വര ഭജനം കൊണ്ടാണ് ഈ മായയിൽ നിന്നും നമുക്ക് വിട്ടുമാറാൻ പറ്റുന്നത്. മായയിൽ നിന്നും മാറിയാൽ അഷ്ടാംഗയോഗ പ്രകാരമുള്ള ഈശ്വരഭജനം ഇനി എങ്ങനെയാണെന്ന് പറയാനായിട്ട് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലൗകിക കാര്യങ്ങളിലൊന്നും കൂടുതൽ ആസക്തി കാണിക്കാതെ ഇരുന്നാൽ, ജീവിതത്തോടൊപ്പം വിരക്തി കാണിച്ചാൽ നമുക്ക് ഭക്തി വരും. ഭക്തി വരുമ്പോൾ വിമുക്തി വരും. പ്രകൃതി ഗുണങ്ങളോട് വിമുക്തി വരും. പ്രകൃതി ഗുണങ്ങളോട് വിമുക്തി വന്നാൽ നമുക്ക് ഭക്തി ഉണ്ടാകും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ചുരുക്കമായിട്ട്. ആ ശ്ലോകം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. പ്രകൃതിഗതഗുണൈർനാക്യതേ പൂരുഷോയം യദിതു സജതി തസ്യം തദ്ഗുണാസ്തം ഭജേരൻ മദരുഭജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈന ഗാദി. അമ്മയായ ദേവഹൂതിയോടെ കപിലമൂർത്തി ഇങ്ങനെ ചൊല്ലി. നമുക്ക് പരിഭാഷയിൽ ഈ ശ്ലോകം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആസക്തനാം പുരുഷനെ പ്രകൃതി നൂനം പ്രാപിക്കും. അതായത് ഇന്ദ്രിയങ്ങൾക്കെല്ലാം നമ്മൾ വശപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സ് അഹങ്കാരത്തിലേക്ക് പോയാൽ, മോഹങ്ങളിലേക്ക് പോയാൽ, ആസക്തനാം പുരുഷനെ പ്രകൃതി നൂനം പ്രാപിക്കും. അല്ലെങ്കിലോ ഇഴുകി പിടിക്കുന്നുമില്ല. നമ്മൾക്ക് ആസക്തി ഇന്ദ്രിയങ്ങളോട് ഉണ്ടായില്ലെങ്കിൽ അതൊന്നും നമ്മളെ ഇഴുകിപ്പിടിക്കില്ല. തത്വം അറിഞ്ഞെന്നെ ഭജിക്കുന്നവനോ മോക്ഷം നേടും. ഈ തത്വം ഇതൊക്കെ മായയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വേണ്ടത് ഈശ്വരഭജനമാണെന്ന് ബോധ്യപ്പെട്ട് എന്നെ ഭജിക്കുന്നവന് മോക്ഷം നേടും. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. ആസക്തനാം പുരുഷനെ പ്രകൃതി നൂനം പ്രാപിക്കും. അല്ലെങ്കിലോ ഇഴുകി പിടിക്കുന്നുമില്ല. തത്വം അറിഞ്ഞെന്നെ ഭജിക്കുന്നവനോ മോക്ഷം നേടും. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിക്കുന്നത്. വിമലമതിരൂപാതൈരാസനാദൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമമാലം ശീലയേനാലുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന ഗാദി. ഉപാത്തൈ ആസനാദ്യൈ വിമലമതി. ഉപാത്തൈ ആസനാദി എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗത്തിലുള്ള ചില ചിട്ടകളൊക്കെയാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം. പടിപടിയായിട്ട് യോഗ പഠിക്കുന്നവരുടെ ഓരോ ചവിട്ടുപടികളാണിത്. എന്നിവ പരിശീലിച്ച് യോഗ എന്ന് പറയുന്നത് മനസ്സിനെ, ശരീരത്തെ നിയന്ത്രിക്കാവുന്ന ഒരു വിദ്യയാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം. പ്രാണായാമം കൊണ്ട് ശ്വാസത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയുന്നവരുണ്ട്. ഇതൊക്കെ പരിശീലിച്ചാൽ നമുക്ക് ചിത്തശുദ്ധി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ കുശുമ്പ, കുനിഷ്ഠ, കുന്നായ്മ, അഹങ്കാരമൊക്കെ ഉള്ളതൊക്കെ മാറി നല്ല മനസ്സാവും. അതിന് ശേഷം ദിവ്യഭൂഷായുധാംഗം. അതിനുശേഷം ചിത്തശുദ്ധി വന്നതിന് ശേഷം യമം, നിയമം, ആസനം, പ്രാണായാമം എന്നീ യോഗവിദ്യകൾ അഭ്യസിച്ച്, അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, എന്തായാലും മനഃശുദ്ധി വന്നതിന് ശേഷം ദിവ്യഭൂഷായുധാംഗം, ദിവ്യ അലങ്കാരങ്ങളും ദിവ്യ ആയുധങ്ങളും, ഭഗവാൻ ധരിക്കുന്ന ദിവ്യഭൂഷണങ്ങൾ,
ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ ഒക്കെ ചേർത്തുകൊണ്ട്, അതൊക്കെ ധരിച്ചുകൊണ്ട് ഗരുഡസമധിരൂഢം, തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ്റെ രൂപം, ആ കൃഷ്ണൻ്റെ രൂപം ഇങ്ങനെ പച്ചില മരമ്പൽ രുചിലുദിതമാലം മതംഗം, പച്ചില മരം പോലെ നീലവർണ്ണമായ എൻ്റെ സ്വരൂപം. ഇരുണ്ട് കാർമേഘത്തിൻ്റെ വർണ്ണം എന്ന് പറഞ്ഞാൽ ഇരുണ്ട പച്ച നിറമുള്ള ആ പച്ചിലക്കാടിൻ്റെ സൗന്ദര്യമുള്ള നിറമുള്ള ഭഗവാനെ ഗരുഡൻ്റെ പുറത്തേറിക്കൊണ്ട് നമ്മൾ സങ്കൽപ്പിക്കുക. പച്ചില മരം പോലെ രുചിതുലിതമാലം മതംഗം, പച്ചില മരം പോലെ നീലവർണ്ണമായ എൻ്റെ സ്വരൂപത്തെ അനുവേലം ശീലയേതായിതി എപ്പോഴും ധ്യാനിച്ച് പരിചയിക്കണം. നമ്മുടെ മനസ്സ് ഇരുണ്ട പച്ചിലക്കാടിൻ്റെ നിറമുള്ള ഭഗവാൻ ദിവ്യ ആയുധങ്ങളും അലങ്കാരങ്ങളുമെല്ലാം ധരിച്ച് വളരെ സുന്ദരനായിട്ട് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാന്റെ ആ രൂപത്തെ നമ്മൾ എപ്പോഴും ധ്യാനിച്ച് മനസ്സിൽ ഓർമ്മ വെച്ചുകൊണ്ട് എപ്പോഴും അതാണ് പറഞ്ഞത്, അനുവേലം ശീലയേതായിതി, എല്ലാ സമയത്തും ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ ഈ രൂപം, കാർവർണ്ണൻ്റെ രൂപം, ഗരുഡനെ വാഹനമായി പുറത്തു കയറിയിരിക്കുന്ന ആ രൂപം, ദിവ്യായുധങ്ങളും ദിവ്യ അലങ്കാരങ്ങളോടുകൂടിയ ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിൽ ധ്യാനിക്കണം, അത് ഉറയ്ക്കണം മനസ്സിൽ. എന്ന് കപില തനുരിതിത്വം ദേവഹൂതേന ഗാദി, അമ്മയായ ദേവഹൂതിയോട് കപിലമൂർത്തി പറഞ്ഞു. അപ്പം യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയ യോഗവിദ്യകൾ അഭ്യസിച്ച് ചിത്തശുദ്ധി വരുത്തിയതിന് ശേഷം, എന്ന് പറഞ്ഞാൽ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞതിന് ശേഷം ഭഗവാന്റെ കാറൊളിവർണ്ണൻ്റെ രൂപം, ഗരുഡവാഹനമായി വരുന്ന ഭഗവാന്റെ രൂപം ദിവ്യഭൂഷണങ്ങളോടും അലങ്കാരങ്ങളോടും കൂടി മനസ്സിൽ ധ്യാനിക്കണമെന്ന് തൻ്റെ അമ്മയോട് കപിലമൂർത്തി പറയുകയാണ്. ഈ ശ്ലോകം ഒന്ന് വായിക്കണു. വിമലമതിരുപാത്തൈരാസനാദൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂതേന ഗാദി. കപിലമൂർത്തി തൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഒരു പരിഭാഷ നോക്കൂ. യമനിയമാസന പ്രാണായാമങ്ങൾ ശീലിക്കുക. യമനിയമാസന പ്രാണായാമങ്ങൾ ശീലിക്കുക. ചിത്തശുദ്ധി വരുത്തുക അതിനു ശേഷം. ഗരുഡാതിരൂഢമേഘ വർണ്ണനെ ഭജിച്ചിടുക ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. കപിലമൂർത്തി അമ്മയോട് ഭഗവാന്റെ രൂപം ധ്യാനിക്കാനായിട്ട് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നു. മമ ഗുണഗണലീല കർണനൈ കീർത്തനാദ്യൈ മൈസുരസരിദോഘ പ്രഖ്യചേത്താനുവൃത്തി ഭവതി പരമഭക്തി സാഖി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന ഗാദി. മമ ഗുണഗണലീല കർണനൈ കീർത്തനാദ്യൈ. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുണഗണം, ഗണം കൂട്ടം, ഗുണഗണം ഗുണങ്ങളുടെ കൂട്ടം, എൻ്റെ ആ ഗുണസമൂഹങ്ങളെയും, എന്നെ എന്ന് ഇവിടെ കപിലമൂർത്തി പറയുന്നത് ഭഗവാനെയാണ്. ഭഗവാന്റെ അവതാരം ആയതുകൊണ്ട് ഭഗവാൻ പറയുക, ഞാൻ എന്ന് പറയുന്നിടത്തൊക്കെ ഭഗവാൻ തന്നെയാണ്. എൻ്റെ ഗുണസമൂഹങ്ങളെയും
പിന്നെ ലീലാകർണനൈ ലീലകളെയും ഭഗവാന്റെ ലീലകൾ എന്തുമാത്രം കണ്ണൻ്റെ കളികൾ പറഞ്ഞാൽ തീരുമോ. കീർത്തനാദ്യൈ കീർത്തനം നാമസങ്കീർത്തനം എത്ര എത്ര കീർത്തനങ്ങൾ നാമസങ്കീർത്തനം സ്വരൂപധ്യാനം മുതലായവ ചെയ്യുക. അവ ചെയ്തിട്ടും അപ്പോൾ എന്താ അമ്മ അതിനു വേണ്ടി ചെയ്യേണ്ടത്? മമ ഗുണ ലീല കർണനൈ കീർത്തനാദ്യൈ എൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പറയുക, എൻ്റെ കഥകളെപ്പറ്റി പറയുക, നാമസങ്കീർത്തനം ചെയ്യുക, കീർത്തനങ്ങൾ ആലപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തും മയി സുരസരിതോഗ പ്രഖ്യചിത്താനുവൃത്തി എന്നിൽ മയി സുരസരിതോഗ. സുരസരിത് എന്ന് പറഞ്ഞാൽ സുരൻ ദേവന്മാർ, ദേവസരിത് എന്ന് വെച്ചാൽ ദേവന്മാരുടെ ഒരു സരിത്ത്, പുഴ, ഒഴുക്ക്, ഒരു ആറ്. അത് ഗംഗയാറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഗംഗാനദിയെ. ഗംഗാപ്രവാഹം പോലുള്ള ചിത്താനുവൃത്തി എന്ന് പറഞ്ഞാൽ ഗംഗാനദിയുടെ ഒഴുക്ക് പോലെയുള്ള ചിത്താനുവൃത്തി എന്ന് പറഞ്ഞാൽ ശക്തമായ സുഖമുള്ള ആ മനസ്സിൻ്റെ ഒഴുക്ക്, ഗുണഗണങ്ങളുടെ ആ ഒഴുക്ക്. പരമഭക്തി ഭവതി സാഹിമിത് പരമഭക്തി ഭവതി ഉത്കൃഷ്ടമായ ഭക്തി അവിടത്തേക്ക് ഉണ്ടാകാൻ. സാ ഇഹി മൃത്യോ വിജേത്രി ഈ ഭക്തി വരുമ്പോൾ ഗംഗാപ്രവാഹം പോലെ സുഖമുള്ളതും കരുത്തുള്ളതുമായ ഭക്തിയുടെ ഭഗവാന്റെ ഗുണഗണങ്ങളും ആ മനസ്സിൽ ആ നല്ല രൂപവും ധ്യാനിക്കുകയും പറയുകയും നാമസങ്കീർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഗംഗാനദിയുടെ കുത്തൊഴുക്ക് പോലെ ശാന്തമായ സുഖമുള്ള ആ ഗംഗാപ്രവാഹം പോലെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ഭക്തി. അങ്ങനെയാണ് നമുക്ക് ഭക്തി ഉണ്ടാകട്ടെ. ഈ ഭക്തി കൊണ്ട് എന്താ നേട്ടം? മരണത്തെ പോലും നമ്മൾ ജയിക്കും. മരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്രകാരം ഇതി കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാതി കപിലമൂർത്തി തൻ്റെ അമ്മയായ ദേവഹൂതിയോട് ചൊല്ലി. എൻ്റെ ഗുണസമൂഹം, എൻ്റെ ഭഗവാനെ പറ്റി ഉള്ള സുന്ദരമായ കഥകൾ പറയുക, ഭഗവത് കഥകൾ പറയുക, നാമസങ്കീർത്തനം ചെയ്യുക, കീർത്തനങ്ങൾ പാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഗംഗാപ്രവാഹം പോലെ സുഖമുള്ളതും ശക്തിയുള്ളതും കരുത്തുള്ളതുമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ഭക്തി ഉണ്ടാകും. ഈ ഭക്തിയാകട്ടെ മരണത്തെ പോലും നമുക്ക് അതിജീവിക്കാനായിട്ട്, ഭയമില്ലാതാക്കാനായിട്ട് സാധിക്കും. ശ്ലോകം ഒന്ന് വായിക്കുകയാണ്. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യൈ മയി സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി. മൃത്യുവിനെ പോലും നമ്മൾ ജയിക്കുന്നു. കപില തനുരിതി ത്വം ദേവഹൂതേന ഗാതി. കപിലമൂർത്തി തൻ്റെ അമ്മയായ ദേവഹൂതിയോട് ചൊല്ലി. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 5ാമത്തെ ശ്ലോകം. നമുക്ക് ഇതിൻ്റെ പരിഭാഷ ഒന്ന് നോക്കാം. എൻ്റെ ഗുണസമൂഹവും ലീലകളും നാമങ്ങളും ഗംഗ പോലെയുള്ള ഭക്തി കനിഞ്ഞു നൽകും. എൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പറയൂ, ലീലകളെപ്പറ്റി പറയൂ, നാമങ്ങൾ ജപിക്കൂ. ഗംഗാപ്രവാഹം പോലെ നിങ്ങളുടെ മനസ്സിൽ ഭക്തി വന്ന് നിറയും. എൻ്റെ ഗുണസമൂഹവും ലീലകളും നാമങ്ങളും ഗംഗ പോലെയുള്ള ഭക്തി
കനിഞ്ഞു നൽകും. ഉത്കൃഷ്ടമാം ഭക്തി എന്നും മരണത്തെ ജയിക്കുന്നു. ഉത്കൃഷ്ടമാം ഭക്തി എന്നും മരണത്തെ ജയിക്കുന്നു. മരണത്തെ പോലും ഈ ഭക്തി നമ്മളെ ജയിപ്പിക്കാനായിട്ട് കഴിവുണ്ട്. ദേവഹുതിയോടു ചൊല്ലി കപിലമൂർത്തി. ദേവഹുതിയോടെ കപിലമൂർത്തി ഇങ്ങനെ അരുളി ചെയ്തു. ഇത് നമ്മൾ 3 ശ്ലോകങ്ങൾ ചൊല്ലി എനിക്കറിയാവുന്ന പോലെ ഒന്ന് അർത്ഥമൊക്കെ പറയേണ്ടായി. ഇത്തിരി സമയമായിട്ടുണ്ട് അതിന്. സാധാരണ പോലെ ഇതിൽ കൂടുതൽ നമുക്ക് അങ്ങോട്ട് ദഹിക്കില്ല. ഇത് തന്നെ ഇനി അടുത്ത ക്ലാസ് വരണുള്ള ദിവസങ്ങളിൽ ഓരോ പ്രാവശ്യം എങ്കിലും നിങ്ങളൊരു ദിവസം കേൾക്കണം. കഴിയുമെങ്കിൽ പുസ്തകം നിവർത്തി വെച്ച് അതോടുകൂടി നോക്കണം. ഇതുപോലെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചൊല്ലാൻ നിങ്ങൾക്കൊരു പ്രാപ്തി ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഭംഗിയായിട്ട് ശ്ലോകം ചൊല്ലാനും സാധിക്കണം. അർത്ഥം മലയാളത്തിൽ ഉള്ളിൽ അപ്പോൾ ഗ്രഹിക്കാൻ പറ്റും. അതുതന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഇതിനു വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാ പദങ്ങളും നിങ്ങൾ വരില്ലേ? നിങ്ങളോടൊപ്പം തന്നെ ഞാൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആ പാദങ്ങൾ മാത്രമേ ശരണമുള്ളൂ. ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകണേ ഭഗവാനെ. ഭക്തി ഉണ്ടായാൽ പിന്നെ എല്ലാം ആയില്ലോ. ഈ ശ്ലോകങ്ങൾ വീണ്ടും വീണ്ടും വായിക്കൂ. നിങ്ങളാകുന്നതും നാരായണീയം ഒന്ന് കേൾക്കാൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ നിങ്ങളുടെ കുട്ടികളെയോ അരമണിക്കൂറിൽ താഴെയല്ലേ ഉള്ളൂ സമയം. ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കൂ. മനസ്സിന് എന്തു സുഖം ഉണ്ടാകും. എൻ്റെ ഗുരുവായൂരപ്പ എല്ലാവർക്കും നല്ലത് തോന്നിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ പാഠം അപ്പാടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ വയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. ഞാൻ നിങ്ങളുടെ ബാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ ആകുന്നത്ര പ്രചരണം കൊടുക്കും. വീണ്ടും ഞാൻ പറയുന്നു, ആകുന്നത്ര പ്രചാരണം കൊടുക്കും.